ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറേ, ബഹുമാന്യനായ സുകുമാരൻ നായർ സാറേ, ദേശീയ തലത്തിലും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രീണിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ കട തുറക്കരുതെന്നാണ്. ഹിന്ദു പേരുകളിലൊന്നും മുസ്ലിങ്ങൾ ഒരു കടയും തുറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം പേരുകളിൽ മുസ്ലിങ്ങൾ കട തുറക്കാൻ പാടുണ്ടോ? അതുമില്ല. മുസ്ലിം പേരുകളിൽ ഹിന്ദുക്കൾ കട തുറക്കാൻ പാടുണ്ടോ? അതും പാടില്ല. അപ്പോൾ ചുരുക്കത്തിൽ മുസ്ലിം പേരുകളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ആരും ഉണ്ടാകാൻ പാടില്ല, രാജ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല, വിമാനങ്ങളും ഉണ്ടാകാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇത്തരം ആളുകളെ തീറ്റിപ്പോറ്റിക്കൊണ്ടാണ് മതേതരത്വ ജനാധിപത്യ ഇന്ത്യ എന്നൊക്കെ നമ്മൾ വീമ്പിളക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രിയുടെ യോഗ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിലൊക്കെയും ഏതെങ്കിലും വിവരദോഷികൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെയും വലിയ ചർച്ചയാക്കുകയും വലിയ വിവാദമാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രീണനത്തിൻ്റെ കഥകളുമായൊക്കെ ഇറങ്ങുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെയും നമ്മുടെ സുകുമാരൻ നായർ സാറിൻ്റെയും ഒക്കെ കാലത്താണ് ഇത്തരം പ്രസ്താവനകൾ കേൾക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ചാൽ, ഇതുപോലെ എങ്ങാണം മിഡിൽ ഈസ്റ്റിലെ സർക്കാരുകൾ, അതായത് സൗദി അറേബ്യയിലെയോ ദുബൈയിലെയോ സർക്കാരുകളൊക്കെ ഈ ഹിന്ദുക്കളാരും മുസ്ലിം പേരുകളിൽ കട തുടങ്ങരുതെന്നൊരു ഉത്തരവ് ഇവിടുത്തെ കേന്ദ്രമന്ത്രിയുടെ അതെടുത്തുകൊണ്ട് ഒന്ന് ഇട്ടാലുള്ള കാര്യമെന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എന്തു ചെയ്യും അവരൊക്കെ? ഒരു പുരോഗമന ജനാധിപത്യ രാജ്യത്ത് ലോകത്തെല്ലായിടവും വ്യത്യസ്തമായ സംഗതികൾ കൊണ്ട് ആ രാജ്യങ്ങളുടെ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കേന്ദ്രമന്ത്രിയുടെയൊക്കെ ഒരു ദൗത്യവും ലക്ഷ്യവുമൊക്കെ ഇതാണ്. ഞാൻ ജംഗ്ഷൻ ഹാക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. 1960കളിലൊക്കെ അമേരിക്ക ചെയ്തതുപോലെ സൗദി അറേബ്യൻ സർക്കാർ ഏറ്റവും ലോകത്തിലെ അതിപ്രശസ്തരും വിദഗ്ധരുമായ മനുഷ്യർക്ക് സിറ്റിസൺഷിപ്പ് നൽകാൻ പോകുന്നു, അഥവാ അവിടെ പൗരത്വം നൽകാൻ പോകുന്നു. എന്തിനാ? ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി. അതിൽ പ്രത്യേകിച്ച് ജാതിയൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഇത്രയും വലിയ മഹത്തായ രാജ്യത്ത് ഈ പറയുന്നതാണ് വലിയ വിഷയം, അല്ലാതെ പട്ടിണി, ദുരിതം, പ്രകൃതി പ്രതിഭാസങ്ങൾ ഇതൊന്നുമല്ല. ഒരൊറ്റ മുസ്ലിങ്ങളും ഹിന്ദുക്കളുടെ പേരിൽ കട തുറക്കരുത്. ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യുക? പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ? പിന്നെ മനുഷ്യരുടെ മുഖത്ത് നോക്കണ്ടേ? എല്ലാവരോടും ഒപ്പം ജീവിക്കണ്ടേ? കഷ്ടം.